Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2022 പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ അറ്റ്ലീസ്റ്റ് 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഓരോ ക്വസ്റ്റ്യനിലും 3 മാർക്സ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. ഓവറോൾ സീലിംഗ് വന്നിട്ട് 24 ആണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫീസിബിലിറ്റി സ്റ്റഡി. എന്തിനാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്? ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് എത്രത്തോളം അതിന് സ്യൂട്ടബിൾ ആണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം അനുകൂലമാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്റ്റഡി എന്നാണ് ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഹു ഈസ് എ പ്രൊജക്റ്റ് മാനേജർ. ആരെയാണ് പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്നത്? പ്രൊജക്റ്റിനെ നല്ല രീതിയിൽ കണ്ടെത്തി അതിനെ പ്രോസസ്സ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ആരോ അവരെയാണ് പ്രൊജക്റ്റ് മാനേജർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലിസ്റ്റ് ഔട്ട് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രൊജക്റ്റ്. ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഏതെങ്കിലും 4 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൊജക്റ്റ് പ്രൊഫൈലിംഗ്. എന്തിനാണ് പ്രൊജക്റ്റ് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്? ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ അടുക്കി ചിട്ടയായിട്ട് നമ്മൾ അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുക. അതിനാണ് പ്രൊജക്റ്റ് പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ് റിപ്പോർട്ട്. എന്തിനാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്? ഒരു പ്രൊജക്റ്റ് എങ്ങനെ ആവണം, എന്താവണം, അതിലെന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അതിനെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒറിജിനൽ പ്രൊജക്റ്റ് എന്താണോ ആ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്നത്. എല്ലാ സ്റ്റഡീസും കണ്ടക്ട് ചെയ്ത് അതിനെ ഏറ്റവും ഫൈനാക്കി എടുക്കുക. അതാണ് ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ ഫൈനലി സബ്മിറ്റ് ചെയ്യുന്നത്. വാട്ട് ആർ സോഷ്യൽ കോസ്റ്റ്. എന്തിനാണ് സോഷ്യൽ കോസ്റ്റ്? ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരുപാട് കോസ്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കോസ്റ്റ് വരുന്നുണ്ട്, അതിനാണ് സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ് ഫോർമുലേഷൻ. എന്തിനാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്? ഒരു പ്രൊജക്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഒരു ഐഡിയയിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അല്ലേ. അതിന് തന്നെയാണ് പ്രൊജക്റ്റ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ എന്താണ് പ്രൊജക്റ്റ് ചോദിച്ചു, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താ ചോദിച്ചു, പ്രൊജക്റ്റ് ഫോർമുലേഷൻ ചോദിച്ചു, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആരാണ് പ്രൊജക്റ്റ് മാനേജർ, പ്രൊജക്റ്റ് പ്രൊഫൈലിങ്. അപ്പോൾ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന വരേക്കുള്ള എല്ലാ കാര്യങ്ങളെയും എങ്ങനെ ഏത് സമയത്ത് ആരൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതിനെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് മെൻറ്റ് ബൈ മാർജിൻ മണി. എന്തിനാണ് മാർജിൻ മണി എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളൊരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ റെഡി ആവുന്ന സമയത്ത് ഒരു നിശ്ചിത ശതമാനം എമൗണ്ട് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ എന്ത്, അതിനെയാണ് മാർജിൻ മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൊജക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ്. ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് വരേക്ക് നമ്മൾ ഫേസ് ചെയ്യുന്ന എന്തൊക്കെ തരം റിസ്ക്കുകളുണ്ട് ഇതിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് നിലവിൽ വരുന്നതിന് വേണ്ടിയിട്ട് ആ റിസ്ക് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് സർട്ടൺ ആയിട്ടുള്ളതും അൺസർട്ടൺ ആയിട്ടുള്ളതും 2 തരത്തിലായിട്ട് റിസ്ക് പറയാം. അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് പ്രൊജക്റ്റ് റിസ്ക് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യണം. ആ ഫണ്ടിൽ എത്രത്തോളം നമ്മുടെ ഓൺഡ് ഫണ്ട് ഉണ്ട്, എത്രയാണ് നമുക്ക് കടം വാങ്ങി യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ആ ഒരു റേഷ്യോ എങ്ങനെ എടുക്കണം എന്ന് തന്നെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യനിൽ പറയാം വാട്ട് ഡു യു മീൻ ബൈ പ്രൊജക്റ്റ് അപ്രൈസൽ. ഒരു പ്രൊജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്, അപ്രൈസൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു ആളെയാണ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം മാർക്കാണ് നമ്മളിപ്പോൾ ഒരു 10ൽ എത്ര മാർക്ക് കൊടുക്കണം എന്നുള്ളത് നോക്കുന്ന പോലെ തന്നെയാണ് ഒരു പ്രൊജക്റ്റിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ അപ്രൈസൽ ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ടത്. അതാണ് പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അത് എപ്പോഴാണ് നമ്മൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, ആരാണ് ഒരു പ്രൊജക്റ്റ് മാനേജർ, ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, എങ്ങനെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി പ്രൊഫൈൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റുകൾ, പ്രൊജക്റ്റ് എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യാം, പ്രൊജക്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ആ സമയത്ത് ഫണ്ടിന് വേണ്ടി എന്താണ് മാർജിൻ മണി, അതായത് പ്രൊജക്റ്റിൽ റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ ആ റിസ്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം,
ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ഫണ്ട് ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഓൺഡ് ഫണ്ടാണോ അതുപോലെ ഡെറ്റ് ഫണ്ടാണോ കൂടുതൽ യൂസ് ചെയ്യേണ്ടത്, എത്ര പ്രൊപ്പോർഷൻ വരെ ആവാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊജക്റ്റ് അപ്രൈസൽ ഒരു പ്രൊജക്റ്റിനെ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, എത്രത്തോളം അത് സക്സസ്ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ നോക്കുകയാണ്. ഇത്രയാണ് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്, അല്ലെങ്കിൽ പേപ്പർ തന്നെയാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ ആൻസർ അറ്റ്ലീസ്റ്റ് 5 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് എഴുതാം. എല്ലാ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാം. ഒരു ക്വസ്റ്റ്യന് 5 മാർക്കാണ് വരുന്നത്. മാക്സിമം നിങ്ങൾക്ക് 25 മാർക്സ് വരെയാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ കിട്ടുന്നത്. ഡിസ്കസ് ബ്രീഫ്ലി ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്റ്റ് കൺട്രോൾ ഇൻ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് പ്രൊജക്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ഇമ്പോർട്ടൻസ് എന്താണെന്ന്, പ്രൊജക്റ്റിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് പോയിന്റുകളായിട്ട് എഴുതുക. 14ാമത്തെ പോയിന്റിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് പ്രൊജക്റ്റ് ലൈഫ് സൈക്കിൾ. ഒരു പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ, അതായത് നമ്മൾ ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്ത് ഫൈനലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വരെ പല ഘട്ടങ്ങളിലൂടെയാണ് ആ പ്രൊജക്റ്റ് മൂവ് ചെയ്ത് പോകുന്നത്. ആ സ്റ്റേജുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഫേസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഓരോ സ്റ്റേജും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. 15ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പെർട്ട്. നിങ്ങൾ ഓൾറെഡി മാനേജ്മെൻറ്റ് സയൻസിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജും ലിമിറ്റേഷനും എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റുകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. 16ാമത്തെ പോയിന്റിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിസിബിലിറ്റി സ്റ്റഡി. അപ്പോൾ ഫിസിബിലിറ്റി സ്റ്റഡി എന്താണെന്ന് ഫസ്റ്റ് 2 മാർക്കുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒപ്പം തന്നെ 5 മാർക്കിൻ്റെയിലേക്ക് വന്നപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ ടൈപ്പിലുള്ള ഫിസിബിലിറ്റി സ്റ്റഡീസ് ഉണ്ട് എന്നുള്ളതാണ് ചോദിക്കുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യനിൽ ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. നമ്മളോട് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്താണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ആ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഏതൊക്കെ തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ട് ഈ ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യനിൽ റൈറ്റ് എ നോട്ട് ഓൺ ലോൺ സിൻഡിക്കേഷൻ ആൻഡ് കൺസോർഷ്യം ലെൻഡിങ്. ഈ ഒരു വലിയൊരു പ്രൊജക്റ്റൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഫണ്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അവിടെ ലോൺ സിൻഡിക്കേഷൻ ഒരു ഭാഗമാണ്, കൺസോർഷ്യം ലെൻഡിങ് വരുന്നുണ്ട്. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഒറ്റയ്ക്ക് ഒരു വലിയ കോടികളുടെ ബഡ്ജറ്റുള്ള ഒരു പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ അത്രയും എമൗണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കില്ല. അപ്പോൾ അതിന് അവർ കൂട്ടായി 2-3 ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയൊക്കെ ഇടപെടൽ, അല്ലെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുത്തുകൊണ്ട് അവർ നമുക്ക് സാങ്ഷൻ ചെയ്യുക. ഇത് തന്നെയാണ് ആ ഒരു ലോൺ സിൻഡിക്കേഷൻ അല്ലെങ്കിൽ കൺസോർഷ്യം ലെൻഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ഇൻ എ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. ഒരു പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിലെ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്താണ്, എപ്പോഴാണ് അത് നിന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്ത് അത് ഉണ്ടാവുക, അത് ബ്രേക്ക് ചെയ്യുന്ന ആ ഒരു ബ്രേക്ക് ഡൗൺ വരുന്ന സമയങ്ങൾ, അതിൻ്റെ സ്ട്രക്ചർ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു 5 എസ്സേ, പെർട്ടൊക്കെ ഓൾറെഡി നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ് കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സാമാണ്, തൊട്ട് പിന്നാലെ വരുന്നതാണ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ പഠിച്ചത് കൂടി ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ആ സ്റ്റേജസ് വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ലിമിറ്റേഷനും അഡ്വാൻറ്റേജും, ഫീസിബിലിറ്റി സ്റ്റഡി എത്ര ടൈപ്പ് ഉണ്ട്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അങ്ങനെ വന്നാൽ തന്നെ ഇവിടെ 4-5 ക്വസ്റ്റ്യൻ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ്, സെക്ഷൻ സിയിലേക്ക് വരുമ്പോൾ ആൻസർ എനി 1 ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് എസ്സേ ആയിട്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ ഫോർ പ്രൊജക്റ്റ് ഫിനാൻസിങ്. ഒരു പ്രൊജക്റ്റിനെ ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ ഏതൊക്കെ ഡിഫറെൻറ്റ് സോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്, അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യുമ്പോൾ ഫിനാൻസിൻ്റെ ചെയ്യാറുണ്ട്. അതായത് ഫണ്ട് എവിടെ നിന്ന് റേസ് ചെയ്യാം, എങ്ങനെ റേസ് ചെയ്യണം, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് സോഴ്സുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എസ്സേ ചോദിച്ചിരിക്കുന്നത്, ഫണ്ട് റേസ് ചെയ്യേണ്ട ആ സോഴ്സുകളെ കുറിച്ച്. 21ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ വാട്ട് ഡു യു മീൻ ബൈ എ പ്രോജക്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് ടൈപ്സ് ഓർ ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രൊജക്റ്റ്. വളരെ ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ടൈപ്പിലുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം, ക്ലാസിഫൈ ചെയ്യാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്.
അപ്പോൾ ഇവിടെ നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ 2 ആണെങ്കിലും ഫിനാൻസ് ചെയ്യാനുള്ള സോഴ്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ പ്രൊജക്റ്റ് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഈ ഒരു മെത്തേഡിൽ മാർച്ചിൽ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 66 മാർക്ക് 60 മാർക്കിൻ്റെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ ഒരു എസ്സേയും അതേപോലെ തന്നെ 8 ക്വസ്റ്റ്യൻ ആദ്യത്തെ സെക്ഷനിൽ എഴുതിയാൽ മതി, രണ്ടാമത്തെ സെക്ഷനിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഒരു എസ്സേ എഴുതിയാൽ മതി. അപ്പോൾ ടോട്ടൽ 60 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ജയിക്കാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഊഹിച്ച് എഴുതാൻ പറ്റുന്നൊരു പേപ്പർ. കുറച്ച് വേർഡ്സൊക്കെ നമുക്ക് അറിയുകയാണെങ്കിൽ, കുറച്ച് ടേമുകൾ അറിയുകയാണെങ്കിൽ ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. ആകെ ചെറിയൊരു ബുക്കാണത്, കുറച്ച് ചാപ്റ്ററേ വരുന്നുള്ള ഒരു പ്രൊജക്റ്റ് തുടങ്ങി അവസാനിക്കുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ആ ഒരു സബ്ജക്റ്റ് കടന്നു പോകുന്നത്. പക്ഷേ അതിൻ്റെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോഴും നമ്മൾ മുന്നേ പഠിച്ച കുറേ കാര്യങ്ങളായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് പറയാൻ നമുക്ക് പറ്റുന്നൊരു പേപ്പർ കൂടിയാണ്. കാരണം അവിടെ ഫിനാൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സും ടെക്നിക്കുകളും ഒക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പല പല സബ്ജക്റ്റിലായിട്ട്, അപ്പോൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പഠിച്ചതിൻ്റെ FM പഠിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു സബ്ജക്റ്റാണത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 തവണയെങ്കിലും ടെക്സ്റ്റ് ഒന്ന് ഓവറോൾ ഒഴിച്ച് പോയ ആൾക്ക് ആ പോയിന്റുകളൊന്ന് ഓർത്ത് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചാപ്റ്ററൊന്നും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കിതിൻ്റെ 2023 ക്വസ്റ്റ്യൻ പേപ്പറും ജസ്റ്റ് ഒന്ന് എക്സ്പെക്റ്റഡ് ആയതും അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ 2 മാർക്കും 5 മാർക്കിനും എസ്സേക്കൊക്കെ വരാൻ ചാൻസ് ഉള്ള പോർഷൻസ് കൂടി ഒന്ന് പറഞ്ഞു തരാം. അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പമുള്ള ഇതേ കോഴ്സ് പഠിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഞാനതിനെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം. അപ്പോൾ മാക്സിമം ഇനി കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ മാക്സിമം അത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനൊക്കെ എളുപ്പം തന്നെ കിട്ടുമായിരിക്കും. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്കത് വീഡിയോ കാണാനും എക്സാം ടൈമിലും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തന്നെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക്